ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ യോക്ക് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി കൊടുക്കണം. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് ഡ്രസ്സാണ്. അപ്പോൾ നമുക്കിതിൻ്റെ യോക്ക് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാറ്റേൺ പേപ്പർ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ ഇങ്ങനെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. 2-3 ക്ലിപ്പ് ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക, അടുത്ത തവണ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലെങ്ത് ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 14.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു ബ്ലൗസിൻ്റെ ഒക്കെ ഒരു സിമിലർ പാറ്റേൺ പോലെയാണ് ഇതിൻ്റെ യോക്ക് പാർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അവിടെ നിന്ന് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 6 ഇഞ്ചസ് ആണ്. അത് ഇതുപോലെ ഒന്ന് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു സ്മോൾ ടു മീഡിയം സൈസ് വേണമെങ്കിൽ ആൾക്കാർക്ക് ഇടുന്ന പോലെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഒരു 9 ഇഞ്ചസാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സീം അലവൻസ് 1.5 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 2.75 ആണ്. നെക്കിൻ്റെ ഇറക്കം 7.5 ആണ്. നമ്മൾ വി നെക്കാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഇവിടെ നിന്നായിട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അത് ഈ നെക്ക് വിഡ്ത്തിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്കിൻ്റെ വി നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടല്ല, ഞാനൊരു കേർവ്ഡ് വി ഷേപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഫ്രഞ്ച് കേർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ആണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള വി ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കേർവ്ഡ് വി ഷേപ്പ് പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഫ്രണ്ട് പാർട്ടല്ലേ കട്ട് ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഈ ആം ഹോളിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഫ്രഞ്ച് കേർവ് സ്കെയിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ കേർവ് വരച്ചു കൊടുക്കുകയാണ്. ബാക്ക് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ലൈനിങ്ങിലാണ് കട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 7.75 ആണ്. 1.5 സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ലൈനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ടക്ക് പോയിൻ്റ് ഇതുപോലെ ആ ലൈനിൽ നിന്ന് 10.5 ഇഞ്ചാണ് ടക്ക് പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് ഈ താഴത്തെ ഈ ലൈനിൽ നിന്ന് ഇതുപോലെ 3 ഇഞ്ച് മുകളിലേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടക്കിൻ്റെ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്തേക്കായിട്ട് ഒരു 1.5 ഇഞ്ചാണ് ഞാൻ ടക്കിന് വേണ്ടിയിട്ട് ഇടുന്നത്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 1 ഇഞ്ച് ഇതുപോലെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ടക്കിൻ്റെ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോൾ അങ്ങോട്ടേക്കായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടക്ക് പിടിച്ചില്ല, അതിൻ്റെ ഒരു എക്സ്ട്രാ നമ്മൾ 1.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് സീം അലവൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 1.5 ഇഞ്ചിന് പകരം കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ, 2 ഇഞ്ചൊക്കെ ഇട്ടോളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 2 ഇഞ്ചൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചും അപ്പുറത്തേക്ക് നമ്മൾ ടക്കിൻ്റെ ഒരു മെഷർമെൻറ്റും കൂടി എക്സ്ട്രാ കൂടി ഇട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു അറ്റത്തായിട്ട്, അതായത് ഈ ഒരു അറ്റവശത്തായിട്ട് സീം അലവൻസ് കൊടുക്കുന്ന അവിടെ ആയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതൊന്ന് ചെരിച്ചൊന്ന് സ്ലാൻഡിങ് ആയിട്ടും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബെൽറ്റിന് അവിടെ നമ്മൾ സീം അലവൻസ് എക്സ്ട്രാ ടക്കിൻ്റെ പോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് വേണ്ട കേട്ടോ, അത് കട്ട് ചെയ്ത് കളയണമായിരുന്നു. ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു 1.5 ഇഞ്ച് എടുത്തത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തുണിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊന്നുമില്ല, നിങ്ങളത് മറ്റേ ടോപ്പ് പാർട്ടിലേക്ക് ഈ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ.
ഞാനത് കട്ട് ചെയ്ത് കളയാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ചെയ്തത് വല്ലതും മനസ്സിലായില്ലേ എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് ഫ്രണ്ട് പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയിൽ ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ലെങ്ത്ത് നമ്മൾ 14 ഇഞ്ചാണ് എടുത്തത്. അത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുണിയുടെ ഡബിൾ ഫോൾഡ് ചെയ്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ 5.5 ഇഞ്ച്, ആം ഹോൾ 6 ഇഞ്ച്, ചെസ്റ്റ്, വേസ്റ്റ് ഇതെല്ലാം നമ്മൾ ബോഡി പാർട്ടൊക്കെ സെയിം അതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഒരു ബാക്കിൽ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ചിൻ്റെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, 1/2 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലേക്കും 1 ഇഞ്ച് മൊത്തത്തിൽ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3.5 ഇഞ്ച് ഇതുപോലെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മുകളിലേക്കായിട്ട് ഇതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വരച്ച ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. 1/2 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് ടക്ക് പിടിക്കാനുള്ള പോയിന്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു എക്സ്ട്രാ സീം അലവൻസ് 1 ഇഞ്ചും കൂടി ടക്കിന് വേണ്ടിയിട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നെക്കിൻ്റെ വിഡ്ത്ത് 2.75 ആണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ബോക്സാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഷോൾഡർ സ്ലോപ്പും ഇതുപോലെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കുന്നുണ്ട്. ആം ഹോൾ നമ്മൾ ഇതുപോലെ തന്നെ മിഡിൽ പോയിന്റ് കണ്ടെത്തിയിട്ട് ഫ്രഞ്ച് കർവ് സ്കെയിലും ഇതുപോലെ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമ്മൾ അറ്റത്ത് നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കണം കേട്ടോ. തൂങ്ങി പോവാതിരിക്കാനാണ് സൈഡ് വശം. കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കറണ്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നെക്ക് ഈ സ്ക്വയർ വരച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്ത് പോയി പെട്ടെന്ന്. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ചും കൂടി താഴത്തേക്ക്, എനിക്ക് സ്ക്വയർ വേണ്ടായിരുന്നു, കർവ് തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് 1/2 ഇഞ്ച് ഇതുപോലെ താഴത്തേക്ക് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കർവ് ഷേപ്പ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പം ബാക്ക് പാർട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടക്കിൻ്റെ ആ ഭാഗം നമുക്ക് 2 സൈഡിലേക്കും വേണ്ടതുകൊണ്ട് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡും കൂടി ആ മാർക്കിങ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ മാർക്കിങ് വന്നിട്ട് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ടക്ക് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഒക്കെ മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് വേണം അവിടെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്കേർട്ട് പാർട്ടും പിന്നെ സ്ലീവ്സും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.